ഞാൻ പണ്ടും പറയാറില്ലായിരുന്നോടെ അമ്പലപ്പുഴ വീട്ടിൽ നിന്ന് മാറി താമസിക്കാൻ. അന്നേരം വസുമതിയുടെ കളിയാക്കലും മച്ചിപ്പശുവിന് തൊഴുത്തു മാറ്റി കെട്ടിയ പ്രസവിക്കുവോന്ന്. ഇപ്പൊ എങ്ങനെയിരിക്കുന്നു? ഇത് ചേർത്തല ഭഗവതി കനിഞ്ഞു തന്നു വരദാന അമ്മേ. ഞാൻ എത്ര വട്ടം ആ തിരുമുമ്പിൽ ചെന്ന് ഉള്ളൊരുക്കി പ്രാർത്ഥിച്ചു. നീ വിവരം പറഞ്ഞപ്പോഴേ ഞങ്ങളിങ്ങി പോന്നു. എനിക്ക് പിന്നെ നിന്നെ ഒന്നും കാണാതെ അവിടെ ഇരിക്കപ്പുറതിയുണ്ടോ? നിനക്ക് ക്ഷീണമൊന്നും ഇല്ലല്ലോ? ഉണ്ടോ? ഒരു കുഴപ്പമില്ല ചേച്ചി. വിജയൻ എന്തി? പുറത്തോട്ട് പോയതാ. കുറെ സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. ഒഴിവ് ദിവസമല്ലേ അതൊക്കെ നടക്കൂ. വസുമതിയെ അറിയിച്ചോടി? ഞാൻ വിജയേട്ടനോട് പറഞ്ഞിട്ടുണ്ട്, വേണമെങ്കിൽ അറിയിക്കട്ടെ. ആ, നീ ഞങ്ങൾ ഇവിടെ തന്നെ നിർത്തി തിരിച്ചുവിടാനാണോ പ്ലാൻ? അയ്യോ ചേച്ചി വാ, അമ്മ വാ. ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോ ഇവള് ചോദിച്ച ചോദ്യം എന്താന്ന് അറിയുമോ പ്രീതേ? അമ്മ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നള്ളിയേന്ന്, ആരും ക്ഷണിച്ചില്ലായിരുന്നല്ലോന്ന്. അമ്മ അതൊക്കെ ഇപ്പോഴും ഓർത്തോണ്ടിരിക്കുകയാണോ? എവിടെ വീണു? ഞാൻ സൈക്കിൾ ഓടിച്ചപ്പോ മറിഞ്ഞു പോയി, അവിടെ മുറ്റത്ത്. എന്നിട്ട് വല്ലതും പറ്റിയോ? ഒന്നും പറ്റിയില്ലല്ലോ. സൈക്കിളിന് പറ്റി. സൈക്കിളിന് എന്ത് പറ്റി? അത് ഉരുണ്ട് ഉരുണ്ട് പോയി. അത്രേ ഉള്ളോ? സാരമില്ല. അത് എടുത്തതാ അമ്മേ. അമ്മ വാ. മോളെ, അമ്മ പിന്നെ വരാം. വാ അമ്മേ, വാ. ഞാൻ കാണിച്ചു തരാം. അമ്മ പിന്നെ വരാന്ന് പറഞ്ഞില്ലേ? എനിക്കിപ്പോ വേണം. വാ. മോളെ പറയുന്നത് കയ്യെന്ന് വിടുവച്ചേ. ഇതെന്തൊരു ദുശാട്ടിയാ? പോയി അവിടെ എങ്ങാണോ ഇരിക്കെ. അത്രയ്ക്ക് കൊള്ളത്തില്ലല്ലോ. രത്നമ്മേ, നീ ഇതിനെ കൊഞ്ചിച്ച് വഷളാക്കി വെച്ചിരിക്കുകയാണോ? ഇനിയെങ്കിലും നിർത്തിക്കോ. നിനക്കൊരു കുഞ്ഞുണ്ടാകാൻ പോവാ, അത് ഓർമ്മ വേണം. വാ ഇങ്ങോട്ട് വാ. രത്നമ്മയെ കാണിക്കുന്നേ? ഇതിന് വലിയ ഭാരമൊന്നും ഇല്ലല്ലോ അമ്മേ. രത്നമ്മേ, നീ വളരെ സൂക്ഷിക്കണം. നീ ഇപ്പോഴും ആ കൊച്ചിനെടുത്തോണ്ട് നടക്കുമല്ലേ? ഇല്ലമ്മേ, ഞാനിപ്പോ എടുക്കാറില്ല. അവൾക്കതില് സങ്കടമുണ്ട്. പിന്നെ അവിടെ സങ്കടം ഒന്നിനോളം വളർന്നു. അവനവന്റെ കാര്യങ്ങൾ തന്നെത്താൻ ചെയ്യാറുമായി. അവൾക്കൊന്നും അറിയില്ലമ്മേ. അറിയില്ലെങ്കിൽ പറഞ്ഞു കൊടുത്ത് ശീലിപ്പിക്കണോടി. എന്നും അതിനെ തോളെ കയറ്റി വെച്ചിട്ട് നടക്കാൻ പറ്റുമോ? നീ ഇനി ഒന്നും ചെയ്തു കൊടുക്കണ്ട, പറഞ്ഞു കൊടുത്താ മതി. ഞാൻ ചെയ്തില്ലെങ്കിൽ വിജയേട്ടൻ അതൊക്കെ ചെയ്യേണ്ടി വരും. കുളിപ്പിക്കുകയും ഒരുക്കുകയും സ്കൂളിൽ വിടുകയും ഒക്കെ ചെയ്യണ്ടമ്മേ. ഞങ്ങൾ ഇവിടെ ഉള്ളപ്പോഴേ നീ ഒന്നും ചെയ്യണ്ട. വിട്, അവിടെ എങ്ങനെ പോയിരിക്കേ. നീ ഒരു ജോലിക്കാരിയെ വെച്ചു രത്നമ്മേ, അതാ നല്ലത്. അത്രയ്ക്ക് വയ്യായിക്കൊന്നും ആയില്ലല്ലോ എനിക്ക്. ഒരു ജോലിക്കാരിയെ അന്വേഷിച്ച് കിട്ടി വരുമ്പോഴേക്കും മാസം 2-3 കടന്നു പോവും. കിട്ടാൻ അത്ര എളുപ്പമുള്ള കൂട്ടരൊന്നും അല്ലേ ഈ സെർവൻസ്. ഇതെന്തൊക്കെയാമ്മേ? പെട്ടെന്നുള്ള വരവായതുകൊണ്ട് ഒന്നും ഉണ്ടാക്കിക്കൊണ്ട് വരാൻ പറ്റിയില്ല. അവിടെ ഇരുന്നല്ല എടുത്തോണ്ടെങ്കിൽ പോകുന്നു. ഞങ്ങൾ പോയിട്ട് അടുത്ത ആഴ്ച ഒന്നുകൂടെ വരാം.
അന്നേരം എല്ലാ കൂട്ടം പലഹാരങ്ങളും ഉണ്ടാക്കിക്കൊണ്ട് വരാം കേട്ടോ. ചേച്ചി വാ ചായ കുടിക്കാം. തണുത്തു പോവേ. ഹായ് ഉണ്ണിയപ്പം. ഒത്തിരി ഉണ്ടല്ലോ. ഇതെല്ലാം എവിടുന്നാ അമ്മേ? അളിച്ചു വരാതെ അവിടെ വെക്ക് വെച്ചേ. ഇതെന്തോ നാർത്തിപ്പണ്ടാരോ? കൊച്ചല്ലേ അമ്മേ, എടുത്തോട്ടെ. വേണോന്ന് പറഞ്ഞാ പോരെ, നമ്മൾ എടുത്തു കൊടുക്കില്ലേ? എവിടെയൊക്കെ മാന്തിയിട്ട് കൊണ്ടുവന്ന കൈ കൊണ്ട് എടുത്തെന്ന് ആർക്കറിയാം? കൈ കഴുകിയിട്ട് വേണ്ട തിന്നാനുള്ള സാധനത്തെ തൊടാൻ. നീ ഇതൊന്നും പഠിപ്പിച്ചു കൊടുത്തില്ലേ രത്നമ്മേ? ജാനിമോൾക്ക് അമ്മ എടുത്തു തരാട്ടോ. ദാ തിന്നു. വേണ്ട. മോളിത് വാങ്ങിക്കേ, അമ്മയല്ലേ തരുന്നേ. എനിക്ക് വേണ്ടല്ലോ. വേണ്ടെങ്കിൽ തിന്നണ്ട, പോയി പണി നോക്ക്. അല്ല പിന്നെ മോളെ ഇവിടെ വാ. ഇതാ മോൾക്ക് ഇഷ്ടമുള്ളത് എടുത്തോ. വാ മോളെ. മോൾക്ക് എന്താ വേണ്ടത്? ഉണ്ണിയപ്പാണോ ലഡുവാണോ? വേണ്ട, എനിക്കൊന്നും വേണ്ട. ഞാൻ പോവാ. ആ അതാ നല്ലത്, പോ. ഇങ്ങോട്ട് വിളിച്ച അങ്ങോട്ട് പോവും. എന്തൊരനുസരണ! ഇങ്ങനെയാണോ നീ ആ കൊച്ചിനെ വളർത്തി വെച്ചിരിക്കുന്നത്? അവളൊന്ന് തൊട്ടുന്ന് വെച്ച് ഈ പലഹാരത്തിന് എന്ത് കേടുപറ്റാനമ്മേ? എടി, അതൊക്കെ ഓരോ ദുശീലങ്ങളാ, മാറ്റിയെടുക്കണം. ഇല്ലെങ്കിൽ വേറൊരു വീട്ടിൽ ചെന്നാലും അവൾ ഇത് തന്നെ ചെയ്യും. അവനവന്റെ കുഞ്ഞാണെങ്കിൽ പിന്നെ വേണ്ടില്ല. അതെ, അതിനെ എടുക്കോ മടിക്കേറ്റ് വെക്കുകയൊന്നും ചെയ്തേക്കല്ലേ രത്നമ്മേ. വയറ്റത്ത് അതിന്റെ കൈമുട്ടോ കാൽമുട്ടോ കൊണ്ടോ അത് മതി. അതെ. ഹാ, എന്ത് നോക്കി നിൽക്കുന്ന? ഇരിക്ക്. ദാമേ, ദാ കഴിക്ക്. കഴിക്കേ. രത്നമ്മേ, അല്ല ഇത് ആരൊക്കെയാ? എപ്പോ വന്നു നിങ്ങള്? കൊറേ നേരമായി. ചേടാ, അറിഞ്ഞില്ലല്ലോ. വരൂന്ന് പോലും പറഞ്ഞില്ല. രത്നമ്മ വിവരം വിളിച്ച് പറഞ്ഞപ്പോഴേ ഞങ്ങൾ ഇങ്ങോട്ട് പുറപ്പെട്ടു. രത്നമ്മ ചോറൊക്കെ ഉണ്ടോടി ഇവർക്ക് കൊടുക്കാൻ? ഇപ്പൊ അരി ഇട്ടതേ ഉള്ളൂ, അതുകൊണ്ട് രക്ഷപ്പെട്ടു. ചേച്ചിയെ, എന്തൊക്കെയുണ്ട് കരുനാപ്പള്ളിയിലെ വിശേഷങ്ങള്? ചന്ദ്രേട്ടന് സുഖമാണോ? ഓ, ഞങ്ങൾക്കൊക്കെ എന്താ സുഖം. 24 മണിക്കൂറും ചെയ്യാനുള്ള ജോലിയുണ്ട്. ചന്ദ്രേട്ടന്റെ ഇരുമുകടൊക്കെ എങ്ങനെ? നന്നായിട്ട് പോകുന്നോ? ഓ, കച്ചവടം കുറവാണെന്നേ. മനുഷ്യന്റെ കയ്യിൽ കാശ് വേണ്ടേ? അങ്ങോട്ട് കൊടുക്കുന്ന ഒന്നിനും വിലയില്ല. ഇങ്ങോട്ട് വല്ലതും വാങ്ങാൻ ചെന്നാ തീ പിടിച്ച വിലയുവാ.
ഇതെന്തൊക്കെയാ വിജയ? ഓ, കുറച്ച് പച്ചക്കറി അരി സാധനങ്ങളൊക്കെയാ. ജാനിക്കുട്ടി എന്തി രത്നമ്മേ? ഇവിടെ ഉണ്ടായിരുന്നല്ലോ, അപ്പുറത്തോട്ടെങ്ങാനും മാറിക്കാണും. നീ നോക്കിയില്ലടേ? ഇപ്പൊ പോയതേ ഉള്ളൂന്നേ. ജാനി മോളെ, ഇരിക്കു വിജയ, ചായ എടുക്കാം. ജാനി മോളെ. വിജയേട്ടൻ ഇവിടെ ഇരിക്കും, ഞാൻ നോക്കാം. ഇതുവരെ നീ നോക്കിയില്ലല്ലോ. എന്റെ മോളെവിടെ? ജാനി, ജാനിക്കുട്ടി, ജാനി മോളെ, മോളു, ജാനി, ജാനിക്കുട്ടി. മോളെ, മോളെ, വേണ്ടല്ലോ. എന്തു പറ്റി മോളെ? പറ. എന്നെ തല്ലി. ആരാ എന്റെ മോളെ തല്ലിയത്? അമ്മമ്മ. കരുനാപ്പള്ളി നിന്ന് അമ്മയാ? 2 പ്രാവശ്യം തല്ലി. എന്റെ കുഞ്ഞിനെ 2 തവണ തല്ലിയോ? ആട്ടെ, എന്തിനാ മോളെ തല്ലിയത്? പറ. ഞാൻ ഉണ്ണിപ്പെടുത്തപ്പോ. ആഹാ, എന്റെ മോളൊരു ഉണ്ണിയപ്പം എടുത്തതിന് എന്റെ മോളെ തല്ലിയോ? അച്ഛൻ ചോദിക്കാലോ, ഇപ്പൊ തന്നെ ചോദിക്കാം. വാ. വഴക്കും പറഞ്ഞു. ഓ, അതും അച്ഛൻ ചോദിക്കുന്നുണ്ട് കേട്ടോ. വിജയന് മധുരം കുറച്ച് മതിയല്ലോ അല്ലേ? കുറച്ചു മതി. വിജയേട്ട, ചായ എടുത്തു. ഇരിക്കു വിജയേട്ടാ. മോളങ്ങ് പിന്നാമ്പുറത്ത് പോയിരുന്ന് കരയുന്ന നീ കണ്ടില്ലായിരുന്നമ്മേ? കരയുമായിരുന്നോ? അല്ല, ചിരിക്കായിരുന്നു. കരയാന് മാത്രം ഇവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ. ഒന്നും സംഭവിച്ചില്ലേ? ഞാനൊരു ഉണ്ണിയപ്പം എടുത്ത് നീട്ടിയപ്പോ അവള് വേണ്ടെന്ന് പറഞ്ഞു ഒറ്റ പോക്ക്. എന്തുകൊണ്ടാ അവള് വേണ്ടാന്ന് പറഞ്ഞത്? ആർക്കറിയാം. എടിയെ അറിഞ്ഞിട്ടും അറിഞ്ഞില്ല എന്ന് ഭാവിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? മനസ്സിൽ അവഗണന ഉള്ളതുകൊണ്ട്. ഇതിപ്പോ ഇവിടെ ആരവഗണിച്ചെന്ന വിജയേട്ടൻ പറയുന്നേ? എന്നെ ചുമ്മാ പൊട്ടങ്ങളിപ്പില്ലായിരുന്നമ്മേ. ആരാ മോളുടെ കയ്യിൽ അടി വെച്ചു കൊടുത്തത്? ഇവിടെ ആരടിച്ചു? മനസ്സിന്റെ മാത്രമല്ല, നിന്റെ കണ്ണിന്റെ കാഴ്ചയും കുറഞ്ഞു തുടങ്ങിയോ? ഇവള് 2 കൈ കൊണ്ട് ഈ പ്ലേറ്റിലിരിക്കുന്നതെല്ലാം കൈയിട്ട് വാരിയപ്പോ അമ്മ കൈ പിടിച്ചു മാറ്റി. അതാണോ അടി? രത്നമ്മേ, മോള് കള്ളം പറയില്ലെന്ന് നിനക്കറിയാം. മോളുടെ മുമ്പിൽ നീ ചുമ്മാ തരം താഴരുത്. എന്റെ മോൾക്ക് ഏത് പലഹാരം വേണ്ടത്? മോൾക്ക് ഇഷ്ടമുള്ളത് എടുത്തോ. ആരാ എന്റെ മോളെ വഴക്ക് പറയുന്നതെന്നും ആരാ അടിക്കുന്നതെന്നും അച്ഛനൊന്ന് കാണട്ടെ. ആഹാ, അത്രയ്ക്കായല്ലേ? മോളെടുത്തോ. എനിക്ക് വേണ്ട അച്ഛാ. വിജയ, കുട്ടികൾ കുരുത്തക്കേട് കാണിക്കുമ്പോ ഒരടി വെച്ച് കൊടുത്തെന്ന് വെച്ചാ എന്താ കുഴപ്പം? എന്റെ മോൾ എന്ത് കുരുത്തക്കേടാ കാണിച്ചത്? ഇവിടെ ഈ വെച്ചിരിക്കുന്ന പലഹാരം 2 കൈ കൊണ്ട് വലിച്ചു വരേണ്ട വല്ല കാര്യമുണ്ടോ? കുഞ്ഞുങ്ങളല്ലേ അമ്മേ, തിരിച്ചറിവായി വരുന്നല്ലേ ഉള്ളൂ. കാണുമ്പോഴത്തെ കൗതുകത്തിന് 2 കൈ കൊണ്ട് എന്തെങ്കിലുമൊക്കെ എടുത്തോന്നിരിക്കും. മനുഷ്യർക്ക് തിന്നാനുള്ളതല്ലേ വിജയ? കണ്ട മണ്ണിലും മലത്തിലും ഒക്കെ കൈയിട്ട് വാരിയിട്ട് ആ കൈ കഴുകാതെ കൊണ്ടുവന്ന് ഇതിലൊക്കെ തൊട്ട് വൃത്തികേടാക്കാന്ന് വെച്ചാ? അയ്യോ, എന്റെ മോളുടെ കൈ കൊണ്ട് തൊട്ട് അശുദ്ധമാവുന്ന ഒരു സാധനവും ഇനി ഈ വീട്ടിൽ കൊണ്ടുവരരുത്. മനസ്സിലായോ?
നിങ്ങളുടെ കുശുമ്പൊക്കെ എനിക്കറിയാം. അച്ഛാ വേണ്ട. ഓരോരോ കാരണങ്ങളെ കൈകൊണ്ട് തൊട്ടത്രേ. മോളുറങ്ങിയോ? എപ്പോഴേ ഉറങ്ങി. അവർക്ക് കിടക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തോടി. ഇന്ന് കണക്കെഴുത്തൊന്നുമില്ലേ? അതൊക്കെ ഞാനും മോളും കൂടി നേരത്തെ എഴുതി തീർത്തു വെച്ചു. ഓ, പകലെന്തായിരുന്നു ചൂട്. ആ, ഇന്നിത്തിരി ഉഷ്ണം കൂടുതലായിരുന്നു. അന്തരീക്ഷത്തിന്റെ താപനില ഓരോ ദിവസവും കൂടിക്കൂടി വരികയല്ലേ. ഗ്ലോബൽ വാർമിംഗ്. ഞാൻ അതല്ല പറഞ്ഞത്. വിജയന്റെ ഇന്നത്തെ ദേഷ്യത്തിന്റെ കാര്യ. ഒരു ഗ്ലോബൽ വാർമിംഗ്. ഓ, അതായിരുന്നോ? തെളിച്ചു പറയണ്ടേ? അമ്മയൊക്കെ പേടിച്ചുപോയി. ചേച്ചി എന്നോട് ചോദിക്ക വിജയൻ ഇത്ര ദേഷ്യക്കാരനാണോന്ന്. പുറമേ കാണാൻ പരമസാധുവാണല്ലോന്ന്. ഞാൻ പരമസാധുവല്ല. എന്റെ തോളെ കയറിയിരുന്ന നെഞ്ചത്ത് വിട്ടാന്ന് ആരും വിചാരിക്കുകയും വേണ്ട. ചൂടാണ്ടടുത്ത് ചൂടാവും, പറയേണ്ടടുത്ത് പറയുകയും ചെയ്യും. ആരാ വിജയന്റെ തോളി കയറിയത്? അമ്മയോ? രത്നമ്മ, ന്യായവിസ്താരമൊന്നും വേണ്ട. എന്റെ മോളെ തല്ലാൻ നിന്റെ അമ്മയ്ക്ക് യാതൊരു അവകാശവുമില്ല. സംരക്ഷിക്കുന്നവർക്ക് ശിക്ഷിക്കാൻ അവകാശം. നിന്റെ അമ്മ ജാനിക്കുട്ടിയെ മോളെന്ന് വിളിച്ചിട്ടുണ്ട് ഇതുവരെ? അമ്മയ്ക്ക് ഇവിടെ ഇഷ്ടമല്ല. വേണ്ട, ഇഷ്ടപ്പെടണ്ട. നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ള ഇഷ്ടപ്പെടണമെന്ന്. ഓ, അവരുടെ ചെലവിലൊന്നുമല്ല നമ്മൾ ജീവിക്കുന്നത്. അവരുടെ വീട്ടിൽ കോഴിയുണ്ട്, പശുവുണ്ട്, പോത്തുണ്ട്, പട്ടിയുണ്ട്, പൂച്ചയുണ്ട്. എനിക്കിഷ്ടമല്ലതൊന്നും. എന്ന് വെച്ച് ഞാൻ ഇതിനെ കാട്ടുപടിക്കണം എന്ന് പറഞ്ഞോ? അവറ്റകളെ ഉപദ്രവിച്ചോ? ഇല്ലല്ലോ. ഒന്നുമില്ലെങ്കിൽ ഇതൊരു മനുഷ്യ കുഞ്ഞിലടി. അത്ര പരിഗണനെങ്കിലും കാണിക്കണ്ടേ? അമ്മ ഇവൾക്കൊരു കുഞ്ഞടി വെച്ചു കൊടുത്തതിന് വിജയേട്ടന് അത്രയും ബഹളം ഉണ്ടാക്കരുതായിരുന്നു. മേലിൽ ആവർത്തിക്കരുത്. അതിനുള്ള താക്കീതും കൂടി അത്. അമ്മയ്ക്കതൊരു ഷോക്കായി പോയി. സ്വന്തം മകള് കല്യാണം കഴിഞ്ഞു 10 വർഷത്തിന് ശേഷം ഗർഭിണിയായി എന്നറിഞ്ഞ് പലഹാരങ്ങളുമായിട്ട് വന്നു. നീ വെറുതെ അവരുടെ പക്ഷം പിടിച്ച് സംസാരിക്കരുത്. മോളെ അടിച്ചതിനല്ല ഞാൻ ദേഷ്യപ്പെട്ടത്. അവരുടെ കൂടെ ചേർന്ന് നീയും കൂടി ജാനിക്കുട്ടിയോട് കാണിച്ച അവഗണനയ്ക്ക്. ഞാൻ എന്ത് ചെയ്തു? എടീ, മോൾ അവിടെ വന്ന് നിന്റെ അമ്മയുടെ നടിയും വാങ്ങി ഒന്നും വേണ്ടാന്ന് പറഞ്ഞ് പിണങ്ങിപ്പോയി മാറിയിരുന്ന് കരഞ്ഞിട്ടും നീ തിരിഞ്ഞു നോക്കിയോ? നീ അവരുടെ കൂടെ ചായയും കുടിച്ച് ഉണ്ണിയപ്പവും കടിച്ച് പഴവും തിന്ന് അവിടെ തന്നെ അങ്ങ് ഇരുന്നു. മുമ്പായിരുന്നെങ്കിൽ നീ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. മോള് പിണങ്ങിപ്പോയിരുന്ന കാര്യമെന്ന് ഞാൻ അറിഞ്ഞോ? ഞാനോർത്തവള് മാറിയിരുന്ന് കളിക്കുകയാണെന്ന്. രത്നമേ, മതി. എന്റെ തലക്കകത്ത് കളിമണ്ണല്ലാന്ന് നീ മനസ്സിലാക്കണം. നിന്റെ കൂടെ ഞാൻ ജീവിക്കാൻ തുടങ്ങിയിട്ട് വർഷം 10 കഴിഞ്ഞില്ലേ? വിജയേട്ടൻ ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ നിർബന്ധിച്ചിട്ടാ നമ്മള് ജാനി മോളെ ദത്തെടുത്തത്. ഞാനാണ് ഇവളെ എന്റെ മോളായിട്ട് ആദ്യമേ സ്വീകരിച്ചത്. ഇപ്പൊ വിജയേട്ടൻ ഒറ്റയ്ക്ക് ഇവളുടെ രക്ഷകർത്താവായി ചമയാൻ ശ്രമിച്ച വിജയേട്ടൻ തോറ്റുപോകും. ഞാനും കൂടി ചേർന്നാണല്ലോ ഇവിടെ വളർത്തേണ്ടത്, അല്ലേ?
നീ പെറ്റമ്മയാണെന്ന് കരുതി നിന്നെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു പിഞ്ചു കുഞ്ഞിന്റെ നിഷ്കളങ്കതയാ നീ ഇപ്പൊ വെല്ലുവിളിച്ചത്. എന്നെയല്ല,